എനിക്ക് അങ്കിളിനേക്കാൾ വലിയൊരു കൊള്ളക്കാരനാകും. എന്റെ പേര് കേട്ടാൽ ഈ രാജ്യം മുഴുവൻ നടുങ്ങണം. വേണ്ട മോനെ, വേണ്ട. ചെയ്യാൻ പാടില്ലാത്തൊന്നും എന്റെ മോൻ ചെയ്യരുത്. എന്തായി പറയുന്നത്? ഞാൻ ഇത്രയും കാലം പഠിച്ചതും പരിശീലിച്ചതുമെല്ലാം ഈ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ടിയല്ലേ? വേണ്ട വേണ്ട, എന്റെ മോൻ പോണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചാതെന്ന് ഭയമെത്താ? ഒരിക്കലുമില്ല. ആയുടെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. രാജൻ, സമയമായി പുറപ്പെടാൻ നോക്കൂ. അങ്കിൾ, ഞാൻ പോയി വരട്ടെ. പറയുന്നവരെ വണ്ടി നിർത്തി പോയത്. എന്താ ഡാഡി ഇങ്ങനെ ടയർഡായിരിക്കുന്നത്? അല്പം ജോലി ഉണ്ടായിരുന്നു. അയ്യോ, നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണുണ്ടായത്? മോളെ, നീ എന്ന മത്സരത്തിൽ വിജയിച്ച രാജനെ പറ്റി പലതും ചോദിച്ചില്ലേ? ഇന്നാണ് അവൻ ആരാണെന്ന് മനസ്സിലായത്. ആര് ഡാഡി? ഒരു കൊള്ളക്കാരൻ. കൊള്ളക്കാരനോ? അതെ, ഒരു കൊള്ള സംഘത്തിന്റെ നേതാവ്. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്തോ? ഇല്ല, അതിനു മുമ്പ് അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ വലയിൽ വീഴും. മോനെ, മോനെവിടായിരുന്നു മോനെ? എന്ത് പറ്റി മോനെ? ഒന്നും പറ്റില്ല, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. തിരിച്ചു വന്നു അല്ലേ? ആദ്യത്തെ പരിപാടിയിൽ തന്നെ കഥ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. ആരോ പോലീസിന് നേരത്തെ അറിവ് കൊടുത്തു. മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അങ്കിളോ? നിന്റെ കഴിവ് എത്രമാത്രമുണ്ടെന്നൊന്ന് അറിയാമെന്ന് കരുതി. ഇപ്പൊ മനസ്സിലായില്ലേ? ഗുഡ്, നിനക്ക് ഭാവിയുണ്ട്. പ്രതീക്ഷിക്കാതെ ഒരു പോലീസ് ഓഫീസർ മുന്നിലാണ് ഇന്ന് പെട്ടത്. പോലീസ് ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ കരുതലോടെ പോകാമായിരുന്നു. ആ പോലീസ് ഓഫീസർ ആരാണെന്ന് മനസ്സിലായോ? അന്ന് എനിക്ക് സമ്മാനം തന്നില്ലേ ആ പോലീസ് സൂപ്രണ്ട്. സമർത്ഥനായ അയാളെ തന്നെയാണ് ഞാൻ അറിയിച്ചിരുന്നത്. കൊള്ളാം, അയാൾ തന്നെ വന്നുവല്ലേ? അതെ,
അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നെ കൊല്ലാതെ വിട്ടതുകൊണ്ട് എന്തോ ഞാൻ അയാളെ വെറുതെ വിട്ടു. വരൂ പോവാം.